മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച ദിവസം തരക്കേടില്ലാത്ത രീതിയിൽ ഒരു സാങ്കേതിക തിരുത്തൽ പോലെ വിപണിയിൽ കണ്ടു. മാർക്കറ്റ് ഒന്ന് ഇറങ്ങി. പുതിയ അവസരങ്ങൾ ഇത് നൽകുന്നുമുണ്ട്. അടുത്ത ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം റിസർവ് ബാങ്കിൻ്റെ വായ്പ നയം വരാനിരിക്കുന്നു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അടുത്തയാഴ്ച റിസൾട്ടിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അടുത്തയാഴ്ച വരാനിരിക്കുന്നു. എന്തായാലും വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ്റെ ചിരി കണ്ടാൽ അറിയാം പറയാൻ എന്താണ് വരുന്നതെന്ന്. നമുക്ക് റിസർവ് ബാങ്കിൻ്റെ പോളിസിയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യം തന്നെ ഒരുപക്ഷെ മാർക്കറ്റ് വാച്ചിൻ്റെ പ്രേക്ഷകരെല്ലാം ആ വലിയ കെണിയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടാവണം ഇത് കണ്ടവർ. പ്രത്യേകിച്ചും നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചയായി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് റാൻബാക്സിയുടെ കാര്യം. 400 മുകളിൽ 400-ൻ്റെ അവിടെ ലെവലുകളിൽ ശക്തമായ പിന്തുണ ആ ഓഹരിക്ക് ഉണ്ടെന്നായിരുന്നു പൊതുവെ കരുതപ്പെട്ടിരുന്നത്. ആ നിലവാരത്തിലും വാങ്ങേണ്ട എന്ന് പറയുകയുണ്ടായി മാർക്കറ്റ് വാച്ചിലൂടെ. അത് കഴിഞ്ഞ ദിവസം പഞ്ചാബിലെ ടോൺസ പ്ലാന്റിലെ US FDA അമേരിക്കൻ ഫെഡറൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെ പരിശോധനയ്ക്ക് ശേഷം അവിടെ നിന്നും ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് അത് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യേണ്ട എന്ന് പറഞ്ഞ് പ്ലാന്റ് പൂട്ടാൻ അമേരിക്കയിലേക്ക് വേണ്ട എന്ന് പറഞ്ഞു ബാൻ ചെയ്തു. ഇത് അവരുടെ റാൻബാക്സിയുടെ 4ാമത്തെ പ്ലാന്റാണ്. ഇത് പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി പറയുന്നതാണ്. 4ാമത്തെ പ്ലാന്റാണ് റാൻബാക്സിയുടെ ഇത്തരത്തിൽ ഇന്ത്യൻ പ്ലാന്റുകൾ ഇത് നിരോധിച്ചത്. ഇനിയിപ്പോൾ അമേരിക്കയിലേക്കായിരുന്നു ഇവരുടെ കയറ്റുമതിയുടെ ഏകദേശം 30%. ഇനിയിപ്പോൾ അവർക്ക് അവശേഷിക്കുന്നത് ന്യൂജേഴ്സിയിലുള്ള ഓം ലാബ്സ് എന്ന് പറയുന്ന അവിടെ അമേരിക്കയിലുള്ള ഒരു കമ്പനി മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തു തന്നെയായാലും ഇവരുടെ വരുമാനത്തിൻ്റെ ഒരു 3 മുതൽ 4% വരെ പോകും എന്നാണ് പറയുന്നത്. തിങ്കളാഴ്ചയും മിക്കവാറും ഒരു പക്ഷേ 300-നും താഴേക്ക് റാൻബാക്സി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലെവലുകളിൽ വാങ്ങണോ എന്ന് ധാരാളം പേർ എന്നോടും ചോദിക്കുകയുണ്ടായി. അപ്പോൾ റാൻബാക്സിയെ കുറിച്ച് തന്നെ പറഞ്ഞു നമുക്ക് അതിനുശേഷം റിസർവ് ബാങ്കിൻ്റെ കാര്യത്തിലേക്ക്. റാൻബാക്സിയുടെ ഒരു 10% to 12% പ്രോഫിറ്റ് ഡ്രോപ്പ് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷേ സ്ട്രോങ് ഡൊമസ്റ്റിക് മാർക്കറ്റ് ഉണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെ. ഇത്തരം വാർത്തകൾ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വീണ്ടും ഈ ഓഹരി എടുത്ത് ഒരു എക്സിറ്റ് ചെയ്യും. ഓൾറെഡി FISന്റെ പാർട്ടിസിപ്പേഷൻ ആ സ്റ്റോക്കിൽ കുറഞ്ഞു. കാരണം ഇത് ഇന്നലെ വന്നൊരു ന്യൂസ് അല്ല, ഇത് 4ാമത്തെ പ്ലാന്റ് ആണ്. സനൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലാന്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെയധികം പിന്മാറി. അതുകൊണ്ടാണല്ലോ എല്ലാ ഫാർമ സ്റ്റോക്കുകളും വളരെ ആക്റ്റീവായി ഒരു റാലിയിൽ തന്നെയായിരുന്നു. ഈ റാൻബാക്സി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രധാന റീസൺ തന്നെ ഇങ്ങനെയുള്ള ബാഡ് ന്യൂസ് തന്നെയും ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഇമ്മീഡിയറ്റ് വന്നിരിക്കുന്ന ഒരു ബേർഡൻ തന്നെയാണ് അത്. അവരുടെ ആ ഒരു പ്ലാന്റ് ബാൻ ചെയ്തു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ കമ്പനിയെ സംബന്ധിച്ച് വലിയൊരു ഹ്യൂജ് നെഗറ്റീവ് തന്നെയാണ്, അതിന് സംശയമില്ല. അതുകൊണ്ടാണ് സ്റ്റോക്ക് ലാസ്റ്റ് വീക്ക് 20% കറക്റ്റ് ചെയ്തത്. അതേ സമയത്ത് തന്നെ നമ്മൾ നല്ല ബെറ്റർ റിസൾട്ട് വരുന്ന ടോറന്റ് ഫാർമ പോലെയുള്ള 20% ബെറ്റർ ആകുന്നു. ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഒരേ ഫാർമസ്യൂട്ടിക്കൽ ഒന്ന് നെഗറ്റീവ് ന്യൂസും ഒന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞു ഫാർമ സെക്ടറിൽ തന്നെ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എത്രയോ നല്ല സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് തന്നെ ഒരു എക്സാമ്പിളാണ്. വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ടോറന്റ് ഫാർമ വന്നു, 20% ഗെയിൻ വന്നു. ഒരു ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസിൻ്റെ ബാൻ ചെയ്തു, അത് 20% കറക്റ്റ് ചെയ്തു റാൻബാക്സിയിൽ. അപ്പോൾ ഇത് രണ്ടും ഒരേ സ്റ്റോക്കിൽ. അപ്പോൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതാണ്. വീണ്ടും ഈ റാൻബാക്സി ഇനിയിപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് വളരെ സ്ട്രോങ് ഡൊമസ്റ്റിക് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഏത് നിലവാരത്തിൽ പുതിയ വാങ്ങൽ? നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് ഞാൻ പറഞ്ഞല്ലോ 340 ബിലോ ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങാം ചെറിയ രീതിയിൽ. 260 ലെവൽ വരെ വരാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതൽ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവസാനിച്ചത് 336 രൂപയാണ്. അപ്പോൾ വീണ്ടും കറക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി. പിന്നെ ഓവറോൾ മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. ഒന്ന് ചൈനയുടെ സ്ലോ ഡൗൺ, അത് മെറ്റൽ സെക്ടറിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം മൺഡേ വന്ന GDP, അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മോശം തന്നെയാണ്. അതുപോലെ തന്നെയാണ് വീണ്ടും ഫെഡ് ഒരു 10 ബില്യൺ സ്റ്റിമുലസ് വിഡ്രോവൽ വരാനുള്ള ഒരു പോസിബിലിറ്റി മാർക്കറ്റ് വിലയിരുത്തുന്നുണ്ട്. ഇത് അതുപോലെ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഇതൊക്കെ മാർക്കറ്റിൽ നെഗറ്റീവ് നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഫ്രഷ് ബൈ ലാസ്റ്റ് 1 മന്ത് ആയിട്ട് അല്ല സനൽ അഗൈൻ വരാൻ ഒരു 10 ബില്യൺ വീണ്ടും അത് സ്റ്റിമുലസ് വിഡ്രോ ചെയ്താൽ ഇത് നെഗറ്റീവായിട്ട് മാർക്കറ്റിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാർക്കറ്റ് വീണ്ടും ഫർദർ നമ്മൾ ഒരു 6,100 ലെവലിലേക്ക് വരാനുള്ള നമ്മളെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് വരാനിരിക്കുന്നത് ചൊവ്വാഴ്ചത്തെ വായ്പ നയം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം രഘുറാം രാജൻ ഒരു ചെറിയ സൂചന ഇപ്പോഴത്തെ നിലവാരത്തിൽ ഇങ്ങനെ പലിശ നിരക്ക് കുറയ്ക്കാൻ കഴിയില്ല എന്ന് ഡയറക്റ്റായിട്ട് പറഞ്ഞില്ല, പക്ഷേ അത്തരം ഒരു സൂചന നൽകി. പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു സൂചന നൽകിയെങ്കിൽ അതിൻ്റെ അർത്ഥം പലപ്പോഴും അദ്ദേഹം മാറി പറയുന്നത് പോലെ പിന്നീട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വായ്പ നയത്തിൽ ഒരു റീപ്പോ നിരക്കോ അല്ലെങ്കിൽ മുഖ്യ ബാങ്ക് നിരക്കുകൾ ഒന്ന് കുറച്ചാൽ ഒരുപക്ഷെ അത്
അത് നന്നായി വരാനുള്ള സാധ്യത അല്ല, അങ്ങനെ കുറയ്ക്കുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് അത് പോസിറ്റീവാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ MSF അങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റി കുറയ്ക്കുക എന്നല്ലാതെ ഒരു കാര്യമായ ഒരു റേറ്റ് കട്ട് റിപ്പോ നിരക്കിൽ റിവേഴ്സ് മാർക്കറ്റിൽ ഫാക്ടേഡ് ഇൻ ആണോ? ആണ്. എനിക്ക് തോന്നുന്നില്ല വലിയൊരു ഇമ്പാക്റ്റ് അത് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്, എനിക്ക് തോന്നുന്നത് അതാണ്. പക്ഷേ ഈ കറക്ഷൻ എന്ന് പറയുന്നത്, വീണ്ടും ഞാൻ പറയുന്നു, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നല്ല സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള അവസരം ഈ കറണ്ട് ലെവലിൽ നിന്ന് ഒരു 150-200 പോയിന്റ്സിന്റെ കറക്ഷൻ നിഫ്റ്റിയിൽ സംഭവിക്കുകയാണെങ്കിൽ അതൊരു ഫസ്റ്റ് ലെവൽ ഓഫ് എൻട്രി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ സനൽ, നമുക്കറിയാം L&T ICICI ബാങ്ക് നമ്മൾ 2 വീക്സ് ബാക്ക് റെക്കമെൻഡ് ചെയ്തതാണ്. ഇന്ന് 10% റിട്ടേൺ സ്റ്റോക്ക് കൊടുത്തു. അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ഗൈഡൻസ് അല്പം റിസൾട്ട് പ്രതീക്ഷിച്ച പോലെ ആണ്, പക്ഷേ ഓർഡർ ബുക്ക് വളരെ സ്ട്രോങ് ആണ്. ഗൈഡൻസ് മോശമാണ്. എന്നിട്ടും ആ ഓഹരി പലരും കരുതിയത് താഴേക്ക് പോകുന്നതാണ്. പക്ഷേ അല്ല, അതിന്റെ റീസൺ മോശം റിസൾട്ടാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വന്നു, വളരെ ശക്തമായിട്ടുള്ള ഓർഡർ ബുക്ക്. പിന്നെ L&T സോളിഡ് സ്റ്റോക്ക്. ഫോറിൻ കൺട്രീസിൽ നിന്നുള്ളത് വലിയ ശക്തമായ ഓർഡർ ബുക്ക്. നമ്മുടെ ആഭ്യന്തര ഡൊമസ്റ്റിക് കുറവാണ് നോർമലി. നമ്മുടെ അത് L&Tയെ പറ്റി പറഞ്ഞതും ഒരുപക്ഷെ അത് മാർക്കറ്റിനെ മൊത്തം ബാധിക്കുന്ന കാര്യം. കാരണം L&T എന്ന് പറയുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു പ്രൈം ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അപ്പോൾ L&Tയുടെ ഓർഡർ ബുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ത്യയിൽ ആ സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ക്യാപിറ്റൽ ഗുഡ്സ് മേഖലയിലുള്ള ഒരു മാന്ദ്യം തുടരുന്നു എന്നുള്ള സൂചന ഉണ്ട്. അത് ഒരു സത്യമാണ്. ഇപ്പൊ L&T ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റോക്കിലും എന്തുകൊണ്ടാണ് മൂവ് ചെയ്യാത്തതിന്റെ പ്രധാന റീസൺ ഇന്ത്യയിൽ സ്പെൻഡിങ് വളരെയധികം കുറവാണ്. അത് ഒരു സ്ലോ ഡൗണിന്റെ. ശരി, അങ്ങനെയെങ്കിൽ L&T ഈ സാഹചര്യത്തിലെ പുതിയ വാങ്ങൽ കഴിഞ്ഞ ദിവസം ഒന്ന് കറക്റ്റ് ചെയ്തു, ഇനിയും താഴേക്ക് വരാനുള്ള സാധ്യതയില്ല? ഉണ്ട്, തീർച്ചയായിട്ടും. 960-940 ലെവൽ, ആ ഒരു ലെവലാണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. ദെൻ 920, ഈ രണ്ട് ലെവലായിട്ട് 960ലേക്ക് താഴേക്ക് പോകുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താഴേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോഴത്തെ നമ്മൾ ഒരു ടോട്ടൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഫെഡ്, അതുപോലെ തന്നെ റിസൾട്ട്, ഇങ്ങനെയുള്ള ഇപ്പൊ നെക്സ്റ്റ് വീക്ക് വീണ്ടും വളരെയധികം റിസൾട്ട്, JSW സ്റ്റീല്, എനർജി, അങ്ങനെ ഗെയില്, ICICI ബാങ്ക്, കുറേയധികം സിൻഡിക്കേറ്റ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, വളരെയധികം റിസൾട്ടുകൾ നെക്സ്റ്റ് വീക്ക് വരാനിരിക്കും. ഇതൊക്കെ ആ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് തീരുമാനിക്കും. അതോടൊപ്പം 28-ന് വരുന്ന റിസർവ് ബാങ്കിന്റെ ആ പോളിസി തീർച്ചയായിട്ടും ചെറിയ രീതിയിലെങ്കിലും മാർക്കറ്റിനെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ ജനറലി ഗ്ലോബൽ മാർക്കറ്റ് ഒക്കെ തന്നെ ഒരു നെഗറ്റീവ് സോണിലാണ്. അതുകൊണ്ട് ഇന്ത്യയിലും അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകും. കറക്ഷൻ നമ്മൾ L&T പോലെയുള്ള മികച്ച ഓഹരികൾ വാങ്ങാൻ വിനിയോഗിക്കുക. തീർച്ചയായിട്ടും എല്ലാ കറക്ഷനും ഓരോ നല്ല സ്റ്റോക്കിന്റെ പാർട്ടായി മാറാനുള്ള അവസരമായിട്ട് കാണുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് സംശയങ്ങൾ പരിശോധിക്കാം. ജാക്സൺ കുവൈറ്റിൽ നിന്നും, അദ്ദേഹം സ്ഥിരമായി കാണുന്ന ഒരു പ്രേക്ഷകനാണ്. ഒരു വലിയ ലിസ്റ്റാണ് തന്നിരിക്കുന്നത്, 23 എണ്ണം. അത്രയും നമുക്ക് എടുക്കുക നിർവാഹമില്ല. വെദർ ടു ഹോൾഡ് ഓർ എക്സിറ്റ് ദ പ്രോഫിറ്റ് മേക്കിംഗ് സ്റ്റോക്ക്, ഇതിൽ അദ്ദേഹത്തിൻ്റെ ഹോൾഡിങ്സ് ആണ് ഈ ഓഹരികൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നതിൽ. അതിൽ ഞാൻ പ്രധാനപ്പെട്ട ഓഹരികൾ വായിക്കാം. ഇപ്പോൾ 23 എണ്ണത്തിൽ ഇപ്പോൾ ടെക് മഹീന്ദ്ര തീർച്ചയായും നമുക്ക് പറയാവുന്നതും നോക്കാവുന്നതുമാണ്. ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻ, അത് താങ്കൾ പറയണമെന്നില്ല, പക്ഷേ ഞാനതൊന്ന് ഓടിച്ച് പറയാം. ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ IT കമ്പനിയായിരുന്നു, ICICI ബാങ്കിന്റെ സബ്സിഡറി ആയി തുടങ്ങിയതാണ്, പിന്നീട് വീണുപോയി. ഇപ്പോൾ ഒരു കംബാക്കിന്റെ ഒരു റിവൈവൽ പാത്തിലാണ്. അപ്പോൾ അത് പറയണമെന്നില്ല, കാരണം ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻ അത്ര ഒരു മേജർ കമ്പനിയൊന്നുമില്ല. ടെക് മഹീന്ദ്രയെ കുറിച്ച് പറയാം. അടുത്തത് HCL ടെക്, പിന്നെ അദ്ദേഹം പറയുന്നത് BHEL, എസ്കോട്ട്സ്, ലൂപ്പിൻ നമ്മൾ പറഞ്ഞതാണ്, അതിനെക്കുറിച്ച് ഇനിയും പറയണമെന്നില്ല, വളരെ മികച്ച ഓഹരിയാണ്. ഹീറോ മോട്ടോകോപ്പ്, L&T നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. AS ബാങ്ക്, കെഷോറാം, ഭാരതി എയർടെൽ, SBI, L&T ഫിനാൻസ്, ടാറ്റ കമ്മ്യൂണിക്കേഷൻ, കോൾ ഇന്ത്യ, റിലയൻസ് പവർ, ടാറ്റ സ്റ്റീൽ, പെട്രോനെറ്റ്, JSW സ്റ്റീൽ, ജെറ്റ് എയർവേസ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, JP ഇൻഫ്ര, കിങ്ഫിഷർ എയർലൈൻസ്. എനിക്ക് ആദ്യം ഭുവനേന്ദ്രനോട് ചോദിക്കാനുള്ളത്, ഒരാൾ ഇത്രയധികം 23 ഓഹരി വാങ്ങി സൂക്ഷിക്കേണ്ട കാര്യമുണ്ടോ? 23 ഓഹരി എന്ന് പറയുന്നത് അദ്ദേഹം അതിലൊരു നല്ല ഓഹരികൾ തന്നെയാണ് ഭൂരിഭാഗം. പക്ഷേ 23 ഓഹരികൾ ഒരു വ്യക്തി സൂക്ഷിക്കണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം അദ്ദേഹത്തിന് തന്നെ ഇതിനെപ്പറ്റി പിന്നീട് എപ്പോഴെങ്കിലും ഒരു ധാരണ കിട്ടാത്ത പോലെ വരെ പോകാം. ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് അറിയോ? നമ്മൾ പലപ്പോഴും പല ന്യൂസുകളും പല റെക്കമെൻഡേഷൻസ് ലഭിക്കുമ്പോൾ നോർമലി ഇൻവെസ്റ്റേഴ്സ് വീണ്ടും പുതിയ സ്റ്റോക്ക് ആഡ് ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തീരുമാനിക്കേണ്ടത്, ഞാൻ മാർക്കറ്റ് വാച്ച് തുടങ്ങുന്ന സമയത്ത് പോലും പറയുന്നത്, നമ്മളൊരു 6 ഇൻഡസ്ട്രി സെലക്ട് ചെയ്യുക.
അതിൽ 2 സ്റ്റോക്ക്, അങ്ങനെ ഒരു 12 to 15 സ്റ്റോക്കാണ് ഒരു പോർട്ട്ഫോളിയോയിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഏതെങ്കിലും സ്റ്റോക്ക് പുതുതായി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മോശം സ്റ്റോക്ക് നമ്മൾ അവോയ്ഡ് ചെയ്ത് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് ഇൻവെസ്റ്റേഴ്സിന് നല്ലത്. പലപ്പോഴും പല റെക്കമെൻഡേഷൻസും പല സ്ഥലത്തും നമ്മൾ കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ ബൈങ് നടത്തിക്കൊണ്ട് അങ്ങനെ നമ്മുടെ പോർട്ട്ഫോളിയോ എനിക്ക് തോന്നുന്നു ഇത് വളരെ കുറവാണ്. കാരണം 2022 എന്ന് പറയുന്നത് നോർമൽ ഒരു മലയാളി ഇൻവെസ്റ്റേഴ്സിൻ്റെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് 50-60 സ്റ്റോക്സ് ഉണ്ടാവും നോർമലി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒന്ന് ഇത് നല്ല ഫ്രണ്ട് റൺ നല്ല സ്റ്റോക്കുകളാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ 1-2 ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഒരു 3 ഓഹരി എടുത്താൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടെക് മഹീന്ദ്ര, HCL ടെക്, BHEL, എസ്കോട്ട്സ് ഇതൊക്കെ നമ്മൾ സ്ഥിരം പറയുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കാത്ത പറയാത്ത വളരെ പ്രധാനപ്പെട്ട 1-2 ഓഹരികളെ കുറിച്ച് നമുക്ക് നോക്കാം. ഒന്ന്, എനിക്ക് തോന്നുന്നു ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, നമ്മളെപ്പോഴും പറയുന്ന ഓഹരിയല്ല. 2, JP ഇൻഫ്ര. 3, കിങ്ഫിഷർ എയർലൈൻസ്. കാരണം അത് വില കുറവായതുകൊണ്ട് മലയാളികൾ സ്വാഭാവികമായും പോയി വീഴുന്നതാണ്. 4, നമുക്ക് കോൾ ഇന്ത്യയും കൂടെ നോക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ ഇന്ത്യ 29 രൂപയുടെ ഒരു ലാഭവിഹിതം കൊടുത്തതിന് ശേഷം ആ ഓഹരിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കറക്ഷൻ വന്നു. അതിനുശേഷം പല വലിയ ബ്രോക്കിംഗ് ഹൗസസും അതുവരെ എല്ലാവരും പോസിറ്റീവ് ആയിരുന്നു. പെട്ടെന്ന് ഡിവിഡൻഡ് അങ്ങ് എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആളുകൾ അങ്ങ് നെഗറ്റീവ് ആകുന്ന ഒരു കാഴ്ച കണ്ടു. 4, വേണം ഒരു സ്റ്റോക്ക് കൂടെ നമുക്ക് നോക്കാം, JSW സ്റ്റീൽ. ടാറ്റ സ്റ്റീൽ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ടാറ്റ സ്റ്റീൽ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. JSW സ്റ്റീൽ എന്തായാലും നെക്സ്റ്റ് വീക്ക് റിസൾട്ട് വരികയാണ്. 940, 880 ആണ് 2 സപ്പോർട്ട് ലെവൽ JSW സ്റ്റീലിൻ്റെ. സ്റ്റീൽ സെക്ടറൊക്കെ ചൈനയുടെ സ്ലോ ഡൗൺ ഈ സെക്ടറിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇന്ത്യ ചെറിയൊരു സ്ലോ ഡൗൺ, അതാണ് സ്റ്റോക്ക് സ്റ്റീൽ സെക്ടറൊക്കെ തന്നെ ഇങ്ങനൊരു. പക്ഷേ റീസെൻ്റ് ആയിട്ട് ഈ സ്റ്റോക്കിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ചെറിയൊരു കറക്ഷൻ കൂടെ വരും. JSW സ്റ്റീൽ എനിക്ക് തോന്നുന്നു ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അടുത്തൊരു സപ്പോർട്ട് 940, 880 എന്ന് പറയുന്ന 2 സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ കോൾ ഇന്ത്യ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പോൾ അനലിസ്റ്റുകൾ എന്ത് പറഞ്ഞോട്ടെ 250 and 220 ലെവലിലേക്ക് ഈ സ്റ്റോക്ക് വരികയാണെങ്കിൽ അതിൻ്റെ പാർട്ടായി മാറുക. മാർക്കറ്റിൽ ചെറിയ കറക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഓരോ കറക്ഷനും പല നെഗറ്റീവ് ന്യൂസും ചുറ്റും വരാം. പക്ഷേ സ്റ്റോക്കിൽ ഈ കറക്ഷൻ സംഭവിക്കുക. ആ സമയത്ത് നമ്മൾ പേഷ്യൻസോട് കൂടി ആ സ്റ്റോക്ക് മേടിക്കുക എന്നുള്ളതാണ്. നെഗറ്റീവ് ന്യൂസ് ചുറ്റുപാടും വരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അതിൻ്റെ റിഫ്ലക്ഷൻ നേരത്തെ തുടങ്ങും. ആ സമയത്ത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അപ്പോൾ കോൾ ഇന്ത്യ അഗൈൻ 250, 220 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഒരു ലോങ് ടൈം ബെറ്റ് തന്നെയാണ് കോൾ ഇന്ത്യ. 300 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിൽ കിങ്ഫിഷറിനെ കുറിച്ച് എനിക്ക് ഒരു കമൻറ്റും പറയാനില്ല. അവോയ്ഡ് ചെയ്യുക. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു 20 റുപ്പീസിന് ഞാൻ പറഞ്ഞു 20 ലെവലുള്ള സമയത്ത് ഞാൻ പറഞ്ഞു അവോയ്ഡ് ചെയ്യുക എന്നുള്ള ആ സ്ട്രാറ്റജി തന്നെയാണ്. 10,000 കോടിയുടെ കടം നമ്മൾ ഇപ്പോൾ അതിന്റെ വില എത്രയാണ് കിങ്ഫിഷർ? എനിക്ക് 3 റുപ്പീസ് ഫോർ എനിക്ക് 10,000 കോടിയുടെ കടം നമ്മൾ 3 രൂപ കൊടുത്ത് വാങ്ങണോ എന്ന ചോദ്യം അവോയ്ഡ് ചെയ്യാം. JP ഇൻഫ്രാടെക് അത് റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപകർക്ക് 19 and 16 ലെവലിലേക്ക് വരികയാണെങ്കിൽ മിഡ് ക്യാപ്പിലൊക്കെ തന്നെ ഒരു റാലി വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇപ്പോൾ JP ഇൻഫ്ര ഏത് ഇപ്പോൾ 22 ലെവലിലാണ് എനിക്ക് 19 and 16 ലെവലിലേക്ക് മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുക. അങ്ങനെ വരികയാണെങ്കിൽ അതൊരു വാല്യൂഷൻ ഫെയർ വാല്യൂയിലേക്ക് വരാം. ആ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. 24 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. പിന്നെ ഗോദ്രേജ് പ്രോപ്പർട്ടി വളരെ നല്ല ഫണ്ടമെന്റലി ചോദിച്ചിരിക്കുന്നത് അത് ലോസ് ആയിട്ടുണ്ട്. കാരണം ഗോദ്രേജ് പ്രോപ്പർട്ടീസ് കഴിഞ്ഞ കുറച്ച് നാളുകൾ മൂവ്മെന്റ് ഇല്ല. പക്ഷെ അതൊന്നും നോക്കേണ്ട കാര്യമുണ്ടെന്നില്ല. ഒരു സുപ്രഭാതത്തിൽ അത് ഇതിനെയൊക്കെ തകർത്ത് മുന്നേറാനുള്ള കെൽപ്പ് മുൻപ് കാണിച്ചിട്ടുണ്ട്. സനൽ, ഒരിക്കലും നമ്മളിപ്പോൾ ഒരു FD മെച്യൂർ ആകുന്ന 6 വർഷമോ 7 വർഷമോ കഴിയുമ്പോഴാണ്. എന്തുകൊണ്ട് ഇത്രയും പേഷ്യൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണിക്കുന്നില്ല? അപ്പോൾ ഒരു സ്റ്റോക്കിന്റെ പാർട്ടായി പ്രത്യേകിച്ച് നല്ല കമ്പനിയല്ല, ഒന്നുമില്ല, വളരെ വളരെ നല്ല ലാൻഡ് ബാങ്ക് ആണ്. അപ്പോൾ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഓരോ ഡിപ്പിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ് ഓരോ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്യേണ്ടത്. വളരെ നല്ലൊരു ബിസിനസ് നമ്മൾ മേടിക്കുന്ന അതേ സ്പിരിറ്റോട് കൂടി തന്നെ വേണം അതിന്റെ പാർട്ടായി മാറാനായിട്ട്. ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷന്റെ കാര്യം കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെന്നുണ്ടെന്ന് പറയുന്നു. എനിക്ക് അത് എന്ത് തോന്നുന്നു? ഫസ്റ്റ് സോഴ്സിനെ കൂടുതൽ നിക്ഷേപം നടത്താൻ ഗോദ്രേജ് പ്രോപ്പർട്ടീസിൽ കൂടുതൽ നിക്ഷേപം നടത്തണം എന്ന് താങ്കൾ ഇപ്പോൾ പറഞ്ഞു. അതിനകത്ത് ചിലപ്പോൾ ഈ ഫസ്റ്റ് സോഴ്സിനെ സംബന്ധിച്ച് ഒരു റിവൈവൽ സംഭവിക്കുകയാണെങ്കിൽ റിട്ടേൺ വളരെ ഫീലിംഗ് വളരെ ശക്തമായിട്ട് ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ തോട്ട് ആ ഡിസിഷൻ അദ്ദേഹം എടുക്കുക. കാരണം റിസ്ക് നിലനിൽക്കുന്നു, അതുകൊണ്ട് തന്നെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട്. കാരണം പല സ്റ്റോക്കും വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കുന്ന അതിൻ്റെ ബിസിനസ്സിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. എന്നാൽ ഒരു റിവൈവൽ ശക്തമായിട്ട് വരുമ്പോൾ ഈ സ്റ്റോക്കിൽ റിസ്ക് എടുത്ത് നിക്ഷേപിക്കുന്നവരെ സംബന്ധിച്ച് റിട്ടേൺ വളരെ കൂടുതലായിരിക്കും. റിസ്ക് നിലനിൽക്കുന്നു. ഇവരെടുക്കുന്ന മാനേജ്മെന്റ് എടുക്കുന്ന ഡിസിഷൻ സക്സസ് ആയില്ലെങ്കിൽ ഫെയിലിയർ ആകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു റിവൈവൽ പാത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച ഒരു കമ്പനി ഈ കമ്പനി എടുക്കുന്നതിനേക്കാൾ പകരം അദ്ദേഹത്തിന് കുറച്ചുകൂടി പെട്ടെന്ന് ലാഭം കിട്ടുന്ന രീതിയിൽ ഇപ്പോൾ L&T ഉദാഹരണം താഴുമ്പോൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞ 920, 950 ഒക്കെ വരുമ്പോൾ L&T വാങ്ങിയാൽ കുറച്ചുകൂടി പെട്ടെന്ന് കാര്യങ്ങൾ. സനൽ, വേറൊരു കാര്യമുണ്ട്. ഇവിടെ L&T നമ്മൾ 1000 ലെവലിൽ നിന്ന് 2000ലേക്ക് പോകാൻ സാധ്യത വളരെയധികം കുറവാണ്. ഏത് ഷോർട്ട് ടൈം അതല്ലെങ്കിൽ മാർക്കറ്റ് വളരെ ഷാർപ്പായുള്ള റൈഡ് വരണം.
ഫസ്റ്റ് സോഴ്സ് 2024 അല്ലെങ്കിൽ 25 നിന്ന് 50 വരാൻ മാർക്കറ്റിൽ ഒരു മിഡ് ക്യാപ്പിൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് വന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടുതൽ. അതാണ് റിസ്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ റിട്ടേൺ കൂടുതൽ കിട്ടാനുള്ള സാധ്യത. ഒരുപക്ഷെ മുഴുവൻ പണവും ചിലപ്പോൾ പോയേക്കാം. എല്ലാന്റിലും അത് സംഭവിക്കില്ല. അതൊരു സത്യം തന്നെയാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അധികം ആളുകളും വരുന്നത് ചെറിയ റിസ്ക് എടുക്കാൻ കേപ്പബിലിറ്റി ഉള്ളവരാണ് റിസ്ക് വരുന്നത്. അപ്പോൾ ഒരു മിക്സ് എല്ലാന്റിയും റിസ്ക് എടുക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുള്ളത് കൊണ്ടാണല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ചെറിയൊരു റിസ്ക് ആ സ്റ്റോക്ക് മാർക്കറ്റിൽ എടുക്കുക. പിന്നെ നഷ്ടപ്പെട്ടാലും 20 റുപ്പീസിൽ തീർച്ചയായിട്ടും അതാണ് അല്ല, ഞാൻ ഇതിനകത്ത് കറക്ഷൻ വരികയാണ്. 24 കമ്പനി ഇറങ്ങിയ സമയത്ത് അതിനെക്കുറിച്ച് നോക്കിയിട്ട് ഒരു 22 ലെവലിലേക്ക് വരിക, 24-22 ലെവലിലേക്ക് സ്റ്റോക്ക് വരികയാണെങ്കിൽ അതിനകത്തൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. അതാണ്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ നിന്നും പ്രവർത്തന ഫലം വന്ന കമ്പനി ഒന്ന് വി-ഗാർഡാണ്. മറ്റൊരു കമ്പനി ശ്രദ്ധയിൽപ്പെട്ടത് ഡിഷ് ടി വി ഒരു പ്രത്യേകിച്ചും ഇവിടെ ഡിജിറ്റൈസേഷൻ്റെ പാതയിലാണ്. അതുകൊണ്ടൊരു റിവൈവൽ ഉണ്ടാകും. നേരത്തെ നമ്മൾ ഫസ്റ്റ് സോഴ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ. പക്ഷേ പ്രതീക്ഷിച്ചതിൽ നിന്നും വിഭിന്നമായി അവർ ആ കടത്തിൻ്റെ അളവ് ഒരു 6 കോടിയോ മറ്റോ കുറയുകയാണ്. 38 കോടിയുടെ കടമാണ് ലാഭത്തിൻ്റെ മേഖലയിൽ കാണിച്ചത്, അതായത് മൈനസ് ആണ്. പക്ഷേ ഡിഷ് ടി വി ഈ 50 രൂപ നിലവാരത്തിൽ നിന്നും റിസൾട്ട് വന്ന ദിവസം 50 പൈസ 25 പൈസ 49 രൂപ 50 പൈസ നിലവാരത്തിൽ ശക്തമായ പിന്തുണയോടുകൂടി നിൽക്കുന്നു. കേരളത്തിൽ നിന്നുള്ള മുൻനിര ബ്രോക്കിംഗ് സ്ഥാപനം, താങ്കളുടേതല്ല, മറ്റൊരു ബ്രോക്കിംഗ് സ്ഥാപനം വളരെ ശക്തമായ അത് ബൈ ചെയ്യാമെന്ന് പറയുന്നു. CLSA കഴിഞ്ഞ ദിവസം ഡിഷ് ടി വിക്ക് ഒരു OK സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, റിസൾട്ട് മോശമായതിനു ശേഷവും. അതൊന്ന്. 2 വി-ഗാർഡിൽ വലിയ മാറ്റം. സാധാരണഗതിയിൽ റിസൾട്ട് വരുമ്പോൾ ഒരു ചലനമൊക്കെ കാണുന്നതാണ്. റിസൾട്ട് ഒരു നോ മേജർ ഇവന്റ് ആയിട്ട് അങ്ങ് പോയി. 2 ക്വാർട്ടർ റിസൾട്ട് വി-ഗാർഡിന്റെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മോശമാണ്. ഞാൻ ലാസ്റ്റ് ക്വാർട്ടറിൽ പറഞ്ഞു, അത് കമ്പനി നേരത്തെ തന്നെ അറിയിച്ചു സാധ്യത. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് വി-ഗാർഡിൽ ഞാൻ അഡ്വൈസ് ചെയ്യില്ല. കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. അടുത്തൊരു ക്വാർട്ടർ റിസൾട്ട് കൂടെ നമ്മൾ സ്റ്റഡി ചെയ്യണം. ഒരു 1 ഇയർ റിസൾട്ട് സ്റ്റഡി ചെയ്തിട്ട് ആ ഗ്രോത്ത് അല്ലെങ്കിൽ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവരുടെ സെയിൽസിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് വിലയിരുത്താനായിട്ടില്ല. അതുകൊണ്ട് സ്റ്റോക്കിൽ ഷാർപ്പായുള്ള കറക്ഷൻ സംഭവിച്ചിട്ടുമില്ല. വളരെയധികം ആളുകൾ അത് ഹോൾഡ് ചെയ്യുന്നു. ഇപ്പോഴും ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാം. ഒബ്സർവ് ചെയ്യാന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് നല്ലത്. സെല്ല് ചെയ്യുകയും ചെയ്യേണ്ട, ഫ്രഷ് ബൈയിങ്ങും അഡ്വൈസബിൾ അല്ല. ഡിഷ് ടി വിയെ സംബന്ധിച്ചൊരു ബൈ റെക്കമെൻഡേഷൻ അഡ്വൈസബിൾ ആണ്. 46 ആണ് അതിൻ്റെ ഒരു മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ആ ഒരു ലെവൽ മിഡ് ക്യാപ് നല്ല സ്റ്റോക്കാണ്. പക്ഷേ റിസൾട്ട് റിസൾട്ട് മോശമായപ്പോൾ പോലും അല്ല, ഓൾറെഡി അതിന് മുമ്പ് തന്നെ അത് കറക്റ്റ് ചെയ്തു. കാരണം റിസൾട്ടിന് മുമ്പ് കറക്റ്റ് ചെയ്തുകൊണ്ടാണ് പിന്നെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല. അപ്പൊ ജനറൽ മാർക്കറ്റിന്റെ കറക്ഷന്റെ കൂടെ ഡിഷ് ടി വിയും കുറച്ച് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഞാൻ 46 വിദേശ നിക്ഷേപ കമ്പനി വലിയ രീതിയിൽ എക്സ്പോഷർ കുറയ്ക്കുന്നു. അപ്പോൾ 46 വരികയാണെങ്കിൽ വീണ്ടും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് റീ എൻട്രി ചെയ്യാവുന്ന ഒരു ഫെയർ വാല്യൂലേക്ക് സ്റ്റോക്ക് വരണമെന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ റിസൾട്ട് വന്നപ്പോൾ ഒരു നീജർ റിയാക്ഷനിൽ വന്നത്, അല്ലെങ്കിൽ അതിന്റെ ഇന്നലെ മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ വെള്ളിയാഴ്ച ദിവസം നെക്സ്റ്റ് വീക്ക് വീണ്ടും ചെറിയ കറക്ഷൻ മാർക്കറ്റ് എനിക്ക് തോന്നുന്നു ഒരു 48 താഴേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യത ശരിയാണ്. 46 എന്ന് പറയുന്ന ഒരു മേജർ സപ്പോർട്ട് ലെവൽ. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടവർക്ക് ഈവൻ 50 48 47 ടാർഗറ്റ് ഇമ്മീഡിയറ്റ് വരാവുന്ന 66 ആണ്. ഇമ്മീഡിയറ്റ് ഒരു പുൾ ബാക്ക് ഷാർപ്പായിട്ട് മാർക്കറ്റിൽ വരികയാണെങ്കിൽ ആ ലെവൽ വരെ ഒരു ദിവസം 4-5 രൂപ വരെ കൂടുന്ന ഒരു പ്രവണത ഒരു ഹൈ ബീറ്റ സ്റ്റോക്ക് ആണ്. ആക്ടിവിറ്റി വരികയാണെങ്കിൽ നോർമലി ചിലപ്പോൾ പുനേന്ദ്രൻ പറയുന്നത് മനസ്സിലാക്കുന്നത് ഈ ഇപ്പോൾ 50 രൂപ അടുത്താണ്. താഴേക്ക് വലിയൊരു റിസ്ക് ഇല്ല. ഡൗൺസൈഡ് റിസ്ക് തീർച്ചയായിട്ടും കുറവാണ്. പക്ഷേ അപ്സൈഡ് വേണമെങ്കിൽ 10 രൂപ വരെ ലഭിച്ചേക്കാം. തീർച്ചയായിട്ടും 10 to 15 റുപ്പീസിന്റെ അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം ഡൗൺസൈഡ് റിസ്ക് കുറവാണ്. ഇപ്പോഴത്തെ രീതിയിൽ ഒരു മേജർ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത് 46 ആണ്. അടുത്ത ചൊവ്വാഴ്ച ഈ റിസർവ് ബാങ്കിന്റെ പോളിസി വരികയാണ്. അപ്പോൾ ബാങ്കിംഗ് ഓഹരികളിൽ എന്ത് സ്ട്രാറ്റജിയാണ്? പ്രത്യേകിച്ച് ഇൻഡസ്ഇൻഡ് ബാങ്ക് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് റിസൾട്ടിന് ശേഷം കറക്റ്റ് ചെയ്തതിനു ശേഷം ശക്തമായ മുന്നേറ്റം നടത്തി. ഞാൻ പറയുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്ക്. എന്നാൽ ICICI ബാങ്ക് ഒക്കെ ഇപ്പോഴും റിസൾട്ട് വന്നിട്ടില്ല, താഴെ നിൽക്കുന്നു. SBI താഴെ നിൽക്കുന്നു. ആക്സിസ് ഒക്കെ ആ ഒരു നിലവാരത്തിന് വലിയ മാറ്റമില്ല. അപ്പോൾ പ്രത്യേക സ്ട്രാറ്റജി ഉണ്ടോ ചൊവ്വാഴ്ചത്തേക്ക്? പ്രത്യേക സ്ട്രാറ്റജിയിൽ ഓൾറെഡി ഇൻഫ്ലേഷൻ കുറഞ്ഞ സമയത്ത് ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ ശക്തമായിട്ട് തിരിച്ചു വന്നിരുന്നു. ഇപ്പോൾ 28-ന് വലിയൊരു മിറാക്കിൾ സംഭവിക്കില്ല എന്ന് മാർക്കറ്റ് വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ബാങ്കിങ് സ്റ്റോക്കുകൾ ഇപ്പോൾ ICICI സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് അതിന്റെ റിസൾട്ട് വരികയാണ്. ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അത് കൂടുന്നു, എല്ലാം നോർമലി അതൊരു നെഗറ്റീവ് എന്ന് പറയുന്നതാണ്. അത് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ ICICI ബാങ്ക് എസ്പെഷ്യലി അതല്ലെങ്കിൽ L&T എന്ന് പറയുന്ന ഓരോ ഡിപ്പിലും നമ്മൾ വാങ്ങുക എന്നുള്ളത്. ഇപ്പോൾ ആക്സിസ് ബാങ്ക് നമുക്കറിയാം വളരെ ഷാർപ്പായുള്ള കറക്ഷൻ സംഭവിച്ചു. എല്ലാ അനലിസ്റ്റുകളും വളരെയധികം താഴെ പോകുമെന്ന് പറഞ്ഞു. സ്റ്റോക്ക് ഷാർപ്പായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇതാണ് നോർമലി സംഭവിക്കുക. ഏറ്റവും നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ സ്റ്റോക്ക് മേടിക്കുക എന്നുള്ളതാണ്. ചുറ്റുമുള്ള നോയ്സ് അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൽ കറക്ഷൻ വരാനുള്ള സാധ്യത, അപ്പോൾ ബാങ്കിങ് സ്റ്റോക്കുകൾ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതെ, മേടിക്കുക 28 വേണ്ടി ഒരു ബാങ്കിങ് ഓഹരികൾ വാങ്ങുക, അത് തന്നെയാണ് എപ്പോഴും നല്ലത്. അത് തന്നെ. ഇപ്പോൾ HDFC ആണെങ്കിലും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് വന്നതിൽ ബെറ്റർ റിസൾട്ട് എന്ന് പറയുന്നത് L&T, അതുപോലെ HDFC പോലെയുള്ള കുറച്ച് ചുരുക്കം. ബയോകോൺ അതിനുശേഷം മൂവ് ചെയ്യാത്തതിന്റെ റീസൺ അതിന് മുമ്പ് തന്നെ ഞാൻ ചോദിക്കണമെന്ന് കരുതിയായിരുന്നു. ബയോകോൺ അവർ പുതിയ മരുന്നുകൾ സൃഷ്ടിച്ചു. അതിന്റെ പേരിൽ ഓറൽ ഇൻസുലിൻ വന്നു. ഇപ്പോൾ പുതിയ ബ്രസ്റ്റ് ക്യാൻസർ ഡ്രഗ് ബയോടെക്നോളജി മേഖലയിൽ നിന്നും കിരൺ മജുംദാർ ഷായുടെ വലിയൊരു കണ്ടുപിടുത്തമായിട്ടാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്. ആ സമയത്ത് വലിയ മുന്നേറ്റം നടത്തി. പക്ഷേ റിസൾട്ട് വന്നതിന് ശേഷം ഏകദേശം 16 രൂപയോളം ഇടിഞ്ഞു. ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ. അല്ല, അത് മാത്രമല്ല, അവരുടെ ഒരു ഇന്റർവ്യൂ അതിന് ശേഷം ഞാൻ വായിച്ചത്, ഈ അതിന്റെ ഉടമസ്ഥയായ കിരൺ പറയുന്നത് അവരുടെ പല മരുന്നുകളും ഇന്ത്യയിലെ ഈ ഒഫീഷ്യൽഡം കൊണ്ട് അല്ലെങ്കിൽ റെഡ് ടൈപ്പിസം കൊണ്ട് അവർക്ക് ഇവിടെ ഈ ക്ലിനിക്കൽ ട്രയൽസ് നടത്താൻ പറ്റുന്നില്ല. ക്ലിനിക്കൽ ട്രയൽസ് ഫാർമ ഇൻഡസ്ട്രിയിൽ വളരെ നിർണായകമാണ്. അതുകൊണ്ട് ഇത് മുഴുവനും വിദേശ രാജ്യങ്ങളിൽ ക്ലിനിക്കൽ ട്രയൽസ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് ഇവരുടെ ചെലവ് കൂടുന്നു, ലാഭക്ഷമത കുറയുന്നു എന്നൊരു വശം പറയുന്നുണ്ട്. അതുകൊണ്ടും കൂടി ആയിരിക്കും ഒരു ബയോകോണിന്റെ സ്റ്റോക്ക് ഈ 100 രൂപ ഗ്യാപ്പിൽ, അതായത് 400-നും 500-നും ഇടയിൽ തന്നെ നിൽക്കുന്നത്. അത് 500-ന് മുകളിൽ പോകുമെന്ന് പലരും വർഷങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പോകുന്നുമില്ല. ഇതിൻ്റെ ഓരോ റിസർച്ച് നടത്താനും കോസ്റ്റ്ലി അഫയേഴ്സ്. ഇപ്പോൾ സനൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇന്ത്യയിൽ അതിനുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ ഇന്ത്യയുടെ നിയമങ്ങൾ അതിന് എതിരാണ്. അതുകൊണ്ട് തന്നെ പല പരീക്ഷണം നടത്താനായിട്ട് പുറത്തേക്ക് പോകേണ്ടി വരുന്നു. അത് കോസ്റ്റ്ലി അഫെയറാണ്. അതാണ് സ്റ്റോക്കിൽ പലപ്പോഴും അതിൻ്റെ കോസ്റ്റ് വളരെയധികം കൂടും. 2 ഡ്രഗ് കണ്ടുപിടിച്ചു. അതിൻ്റെ ഒരു പോസിറ്റീവായിരുന്നു ഇലക്ഷന് മുമ്പ് ഇത് ശക്തമായിട്ട് മൂവ് ചെയ്തത്. അപ്പോൾ വീണ്ടും റിസൾട്ട് വന്നു. റിസൾട്ട് മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് ഉപരി. ഇപ്പോൾ ഒരു റിസൾട്ടും എക്സ്പെക്ടേഷൻ എബോവ് ആയിട്ട് വന്നിട്ടില്ല, ഇൻലൈൻ ആയിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ ആ റിസൾട്ട് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ബയോകോണിൽ. പക്ഷേ അത് ആ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിനൊരു വലിയ സ്പേസ് ഉണ്ട്. 440 ലെവലിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഒരു 420-400 ലെവലിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ആ സ്റ്റോക്കിന്റെ പാർട്ടായി മാറുന്നത് നന്നായിരിക്കും. കാരണം അടുത്തൊരു ജനറേഷൻ, അടുത്തൊരു ഫ്യൂച്ചർ സ്റ്റോക്ക് തന്നെയാണ് ബയോകോൺ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. നന്ദി ഭുവനേന്ദ്രൻ. തീർച്ചയായും മാർക്കറ്റിനെ സംബന്ധിച്ച് അടുത്ത ആഴ്ച റിസൾട്ടുകൾ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നു. ICICI ബാങ്കിൻ്റെയൊക്കെ റിസൾട്ട് അടുത്ത ആഴ്ച വരുന്നു. ചൊവ്വാഴ്ച ദിവസം റിസർവ് ബാങ്കിൻ്റെ വായ്പ നയം വീണ്ടും രഘുറാം രാജൻ്റെ വീണ്ടും കളം പിടിക്കുകയാണ്. അദ്ദേഹം ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. ഇൻഫ്ലേഷൻ അല്പം കുറഞ്ഞു എന്നതാണ് വാസ്തവം. മാത്രവുമല്ല, പച്ചക്കറികളുടെ വില ഒരുപക്ഷെ ഈ കഴിഞ്ഞ ബേസ് ഇമ്പാക്ട്, മറ്റേ മൺസൂൺ ഇമ്പാക്ട് ഇപ്പോഴാണ് അത് അനുഭവവേദ്യമാകാൻ പോകുന്നത്. ഒരുപക്ഷെ പച്ചക്കറിയുടെ വിലയൊക്കെ കുറഞ്ഞേക്കും എന്നുള്ള ഒരു സൂചനയുണ്ട്. അതെല്ലാം പരിഗണിക്കുകയാണെങ്കിൽ ഒരു റീപ്പോ നിരക്കൊക്കെ കുറച്ചാൽ ഓഹരി വിപണിക്കും അത് മുന്നേറ്റം ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കറക്ഷൻ്റെ ദിവസങ്ങൾ തന്നെയാണ്. ഇത് അവസരമാക്കാവുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ L&T, ICICI ബാങ്ക്, ബയോകോൺ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് തുടങ്ങിയ വളരെ മികച്ച ഓഹരികൾ ഇപ്പോഴത്തെ നിലവാരത്തിൽ അതിൻ്റെ ഫുൾ വാല്യുവേഷനിലും ഫാക്ടേഡ് ഇൻ അല്ല, അതിലും താഴെയാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഇനിയും ഇപ്പോൾ പറഞ്ഞ ഓഹരികൾ താഴത്തെ നിലവാരത്തിലേക്ക് കിട്ടുകയാണെങ്കിൽ വളരെ മികച്ച ബൈ തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.